വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. മെഡിക്കൽ കോഴ റിപ്പോർട്ട് ചോർന്നതിൽ വി രാജേഷിനെതിരെ ബി.ജെ.പി നടപടി. സംഘടനാ ചുമതലകളിൽ നിന്നും രാജേഷിനെ പൂർണ്ണമായും മാറ്റി നിർത്തി. വിവരങ്ങളുമായി കെ.ജി. ദിനകർ ചേരുന്നുണ്ടോ? ദിനകർ, എന്തു തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ രാജേഷിനെതിരെ വന്നിരിക്കുന്നത്? മനു, കേന്ദ്ര നേതൃത്വമാണ് വി രാജേഷിനെതിരെയും അതോടൊപ്പം തന്നെ യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം പാർട്ടിയുടെ ബി.ജെ.പിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോഴ റിപ്പോർട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള വി രാജേഷിനെതിരെ നടപടിക്ക് ഇപ്പോൾ നേതൃത്വത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അതേസമയം യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് വ്യാജ രസീത് ഉപയോഗിച്ചുകൊണ്ട് പിരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ കോഴ, അതായത് SRM മെഡിക്കൽ കോളേജിന് അനുമതി വാങ്ങി നൽകുന്നതിന് വേണ്ടി 5.5 കോടി രൂപ 5.6 കോടി രൂപ കോഴയായി ബി.ജെ.പി നേതാവ് RS വിനോദിന് നൽകി എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ബി.ജെ.പി തയ്യാറാക്കിയിരുന്നു. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വി രാജേഷിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ കടുത്ത അസംതൃപ്തിയിലായിരുന്നു. കാരണം കേരളത്തിൽ ബി.ജെ.പി വലിയ ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ഒരു കോഴ വിവരം പുറത്തുവരികയും അത് ബി.ജെ.പിയുടെ മുഖം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തുകയും ചെയ്തത് സാഹചര്യങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടി വേണം എന്നുള്ള നിർദ്ദേശം ഉയർന്നു വന്നത്. കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് വി രാജേഷിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പാർട്ടി ഇതുവരെ വിശദീകരണം പുറത്ത് ഇറക്കിയിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായ ഒരു സംഭവമാണ് മെഡിക്കൽ കോഴ വിവാദം. അത് ബി.ജെ.പിയുടെ മുഖം തന്നെ കേരളത്തിൽ നഷ്ടപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടിയുമായി മുന്നോട്ട് പോകാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. കേന്ദ്ര നേതൃത്വത്തെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി നിശ്ചയിച്ച നിശ്ചയിച്ച 2 അംഗ കമ്മീഷൻ KP ശ്രീശൻ അതോടൊപ്പം തന്നെ AK നസീർ എന്നിവരെയായിരുന്നു കമ്മീഷനായി നിശ്ചയിച്ചത്. ഇവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയിലെ നേതാക്കൾക്ക് മെഡിക്കൽ കോഴയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ തെളിവെടുപ്പും നടത്തിയിരുന്നു. ഈ റിപ്പോർട്ടാണ് മാധ്യമങ്ങളിലൂടെ ചോർന്ന് പുറത്തുവരികയും ബി.ജെ.പിക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വി രാജേഷ്, പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള വി രാജേഷിനെ മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ദിനറിലേക്ക് വരപ്പോൾ PV കുട്ടൻ കൂടി ചേരുന്നുണ്ട്. പ്രഫുൽ കൃഷ്ണയ്ക്കെതിരായ നടപടിയുടെ വിശദാംശങ്ങളുമായി. കുട്ടൻ, ഈ വാർത്ത വന്നപ്പോൾ അത്തരത്തിലൊരു സംഭവം ഇല്ല എന്നായിരുന്നു ബി.ജെ.പി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വിശദീകരണം നൽകിയത്. പക്ഷേ ഇപ്പോൾ പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കുമ്പോൾ ഈ വ്യാജ രസീത് അടിച്ചിരുന്നു എന്ന വാർത്ത ശരിവയ്ക്കുക കൂടിയല്ലേ ഈ നടപടി വരുമ്പോൾ ഉണ്ടാകുന്നത്? മനു, അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കോഴിക്കോട്ട് ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ യോഗം നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ദേശീയ ബി.ജെ.പി നേതാക്കളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച വളരെ ബി.ജെ.പിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെങ്കിലും ആ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ ഈ സംഘാടനത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ വിവരങ്ങൾ പുറത്തുവരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി അംഗം M മോഹനന്റെ നേതൃത്വത്തിൽ വ്യാജ റെസീറ്റ് അടിച്ച് പല സ്ഥാപനങ്ങളിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ടെന്നും ഇതേതാണ്ട് കോടിക്കണക്കിന് രൂപയുണ്ട് എന്നുള്ള വിവരങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയാവുകയും പിന്നീട് അത് പുറത്തേക്ക് വരികയും ചെയ്തു. ഈ മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ കൂടെ തന്നെയാണ് ദേശീയ കൗൺസിലിൻ്റെ അഴിമതി, ഈ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങളും വളരെ വിപുലമായ രീതിയിൽ പ്രചരിച്ചത്. ഈ വാർത്ത പുറത്തു നൽകി എന്ന കുറ്റത്തിനാണ് ഇപ്പോൾ പ്രഫുൽ കൃഷ്ണയെ സംഘടനാ നടപടിയെടുക്കുന്നതിന് വേണ്ടി ബി.ജെ.പി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രഫുൽ കൃഷ്ണ. ഈ 2 നടപടികൾ, അതായത് വി രാജേഷിന്റെയും പ്രഫുൽ കൃഷ്ണയുടെയും നടപടികളിലൂടെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വി മുരളീധരന്റെ പക്ഷത്തിലുള്ള നേതാക്കളെയാണ്. വി രാജേഷും അതുപോലെ തന്നെ പ്രഫുൽ കൃഷ്ണയും വി മുരളീധരന്റെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ കോഴ ആരോപണത്തിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ, അതായത് MT രമേശും M മോഹനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ യാതൊരു നടപടിയില്ലാത്ത ഘട്ടത്തിൽ പോലും വി രാജേഷിനെതിരെയും പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയും നടപടി വന്നിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും കൂട്ടൻ വരാം. ദിനകർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇത് ബി.ജെ.പിയുടെ ഉള്ളിലുണ്ടാക്കാൻ പോകുന്ന ഗ്രൂപ്പ് പോരുകൾ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം
ഇപ്പോൾ കുട്ടൻ പറഞ്ഞതുപോലെ മുരളീധര പക്ഷത്തിനെതിരെയാണ് ഈ നടപടികൾ വരുന്നത്. കൃഷ്ണദാസ് പക്ഷത്തെ ഫേവർ ചെയ്യുകയാണ് കുമ്മനം എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മറ്റാരും അറിയാതെയായിരുന്നു. ഇത്തവണ ഇവിടെയും ഈ നടപടി വരുമ്പോഴും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇത് സംസ്ഥാന കോർ കമ്മിറ്റിയിലോ മറ്റ് ഘടകങ്ങളിലോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് BJP-ക്കുള്ളിലെ ഗ്രൂപ്പസത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഇപ്പോൾ പോർമുഖം കൂടിയാണ് തുറന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ. വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അതുതന്നെയാണ് വ്യക്തമാകുന്നതും. വി മുരളീധര പക്ഷത്തെ ഒതുക്കുന്നതിന് വേണ്ടി കൃഷ്ണദാസ് പക്ഷത്തിന് സഹായം ചെയ്തു കൊടുക്കുകയാണ് കുമ്മനം എന്ന ഒരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. BJP-ക്കുള്ളിൽ ഉള്ള ഗ്രൂപ്പ് പോര് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ രൂക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളുടെ ഒന്നും അല്ലെങ്കിൽ നേതാക്കളുമായി ആലോചിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകത്തിൽ ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് എന്ന് മുരളീധര പക്ഷത്തിന് വിലയിരുത്തൽ ഉണ്ട്. അതുകൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന BJP സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഇത്തരം വാർത്തകൾ കൂടുതൽ BJP-യെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് വലിയ തിരിച്ചടിയാണ് മെഡിക്കൽ കോഴ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു പുതിയ മുഖം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോഴ ആരോപിച്ച് മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുക, ആ അന്വേഷണത്തിൽ ചിലർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക, അത് മാധ്യമങ്ങളിലേക്ക് എത്തുന്നു, അതിലൂടെ അത് പുറത്താക്കിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ വ്യാജ രസീതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റൊരു നേതാവിനെതിരെ, യുവമോർച്ച നേതാവിനെതിരെ നടപടി ഉണ്ടാവുക, അത് ചോർത്തി നൽകി എന്ന് ചൂണ്ടിക്കാട്ടി അത്തരം നടപടികളിലേക്ക് കടക്കുക. ഇതൊക്കെയും BJP-ക്കുള്ളിലെ വലിയ ഒരു ഗ്രൂപ്പിസം തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഇപ്പോൾ നേതാക്കൾ ആരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മനു, ദിനകർ തുടരുക. കുട്ടൻ, ഈ കോഴിക്കോട്ടെ സംഭവങ്ങളിലേക്ക് വരുമ്പോൾ, പ്രധാനമായും ഈ വ്യാജ റെസിപ്റ്റ് അടിച്ച വടകരയിലെ നടപടിയിലേക്ക് വരുമ്പോൾ, അവിടെ ഈ വാർത്ത പുറത്തുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളേജ് അധ്യാപകനെ മർദ്ദിക്കുന്ന സംഭവം, അതിനെ തുടർന്ന് ഈ വടകര മേഖലയിലുള്ള അവരൊരു മണ്ഡലം ഭാരവാഹി രാജിവെക്കുന്ന നടപടി, ജനറൽ സെക്രട്ടറി രാജിവെക്കുന്ന നടപടിയിലേക്ക് പോവുക. പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇത്തരത്തിൽ യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ നേതൃത്വം ഉറപ്പു പറയുന്നു. ആ സാഹചര്യത്തിൽ ഈ മുരളീധര പക്ഷത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ മാത്രം നടപടിയെടുക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ BJP-യിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന പൊട്ടിത്തെറികൾ വലുതായിരിക്കില്ലേ? മോനെ, ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ BJP വലിയ പൊട്ടിത്തെറികളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾപ്പെട്ട് ഉടലുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് വടകര മേഖലയിൽ BJP-ക്ക് വലിയ രീതിയിലുള്ള സംഘടനാ സ്വാധീനമുള്ള പ്രദേശമൊന്നും അല്ലെങ്കിൽ പോലും അവിടെ ഉള്ള BJP പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്കയും വലിയ അനിശ്ചിതത്വവും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ വിഷയങ്ങൾ, അതായത് ഈ റെസീറ്റ് നൽകിയത്, ഈ വ്യാജ റെസീറ്റ് എന്ന രീതിയിൽ പുറത്തു വന്ന റെസീറ്റുകൾ അവിടെയുള്ള ഒരു കോളേജിൻ്റെയും മറ്റൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെയുമാണ്. ഈ കോളേജിൽ പോയി അവിടുത്തെ അധ്യാപകനെ അടക്കം മർദ്ദിക്കുന്ന രീതിയിലേക്കുള്ള വിഷയമുണ്ടായി. കുറ്റ്യാടി വടകര മേഖലയിലെ BJP പ്രവർത്തകർ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പോയി അവിടുത്തെ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുകയും തടഞ്ഞു വെക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സ്ഥിതിവിശേഷമുണ്ടായി. അതിനെ തുടർന്ന് അവിടെ കുറ്റ്യാടിയിലെ പ്രാദേശികമായ വലിയ പ്രശ്നങ്ങളും അവിടുത്തെ BJP-യുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി തന്നെ രാജിവെക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ വിഷയങ്ങളെല്ലാം തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലേക്കും വ്യാപിച്ചു. ഈ വ്യാജ റെസീറ്റ് വിഷയം ഉയർന്ന അതേ ഘട്ടത്തിൽ തന്നെ അത് ആ മേഖലയിൽ സൈനിക റിക്രൂട്ട്മെന്റിന് വേണ്ടി കോഴ വാങ്ങിയ BJP മേഖലാ സെക്രട്ടറി രാജന്റെ വിഷയം വന്നു. ഈ രാജനെതിരെ നടപടിയെടുക്കണമെന്ന് ശക്തമായ ആവശ്യം ഈ കമ്മിറ്റികൾക്കകത്തൊക്കെ ഉന്നയിച്ചിരുന്നുവെങ്കിലും ആ നടപടിയും എവിടേക്കും എത്താത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുപോലെ തന്നെ ഈ വ്യാജ റെസീറ്റ് അച്ചടിച്ച് പിരിവിന് നേതൃത്വം നൽകിയ സംസ്ഥാന കമ്മിറ്റി അംഗം M. മോഹനെതിരെ ഇതുവരെ ഒരു നടപടിയും വന്നിട്ടില്ല. പക്ഷേ M. മോഹനൻ P.K. കൃഷ്ണദാസിന്റെയും M.T. രമേശിന്റെയും അടുത്ത ആളാണ്. അതേസമയം ഈ വ്യാജ റെസീറ്റ് പുറത്തു നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ B. മുരളീധരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായ പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ സംഘടനാ നടപടിയെടുക്കുന്നതിന് വേണ്ടി ഇപ്പം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ കോഴിക്കോട്, പ്രത്യേകിച്ച് നമുക്കറിയാം M.T. രമേശിന്റെയും B. മുരളീധരന്റെയും K. സുരേന്ദ്രന്റെയും പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് കോഴിക്കോട്.
അതുകൊണ്ട് തന്നെ ഈ ജില്ലക്കകത്തെ സംഘടനാ സംവിധാനം, BJPയുടെ സംഘടനാ സംവിധാനം രണ്ട് ധ്രുവങ്ങൾ തന്നെയാണ്. ഒന്ന് PK കൃഷ്ണദാസിന്റെ വിഭാഗവും മറ്റേത് B മുരളീധരന്റെ വിഭാഗവും. ഈ കഴിഞ്ഞ ഘട്ടത്തിൽ രഘുനാഥ് ആയിരുന്നു ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം B മുരളീധരന്റെ അടുപ്പക്കാരനായിരുന്നു. പിന്നീട് കുമ്മനം വരികയും പുനഃസംഘടന നടന്നപ്പോൾ രഘുനാഥിന് സ്ഥാനം നഷ്ടപ്പെട്ട് PK കൃഷ്ണദാസിന്റെയും MT രമേശിന്റെയും നോമിനിയായ ആളാണ് ഇപ്പോൾ പുതിയ ജില്ലാ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള തർക്കം അതിരൂക്ഷമായ രീതിയിലേക്ക് പോവുകയും വലിയ സംഘടനാ പ്രശ്നങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട്ടുള്ളത്. മനു, തീർച്ചയായിട്ടും ദിനകർ, ഈ MD രമേശിന്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടു എന്ന് പറഞ്ഞായിരുന്നു അന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം നടന്ന ചർച്ചയിൽ വലിയ വിഷയങ്ങൾ PK കൃഷ്ണദാസ് പക്ഷം ഉയർത്തിയത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഈ VV രാജേഷിനെതിരെ നടപടി വരുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള നടപടി എന്നതിനപ്പുറത്തേക്ക് ഗ്രൂപ്പ് പോരിന്റെ മറ്റു തലങ്ങൾ കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ടോ? തീർച്ചയായും മനു, ഒന്ന്, ഇതിൽ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ കടുത്ത അസംതൃപ്തിയിലാണ്. BJPയുടെ കേരളത്തിലെ BJP കേരള ഘടകത്തിൻ്റെ പോക്കിൽ നേതൃത്വം പല തട്ടിലാണ് എന്നത് കേന്ദ്ര നേതൃത്വത്തെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട്. അത് അവരുടെ കോർ കമ്മിറ്റി യോഗങ്ങളിലും ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തിരുന്നു. ദേശീയ പ്രസിഡന്റ് അമിത് ഷാ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പലരും കാലാകാലങ്ങളായി ഉന്നത സ്ഥാനങ്ങളിൽ തുടരുന്നു. അതുകൊണ്ട് യാതൊരു നേട്ടവും പാർട്ടിക്ക് ഇല്ല എന്ന വിലയിരുത്തലും അന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി BJP പോലെ ഒരു സംഘടനാ ചട്ടക്കൂടുള്ള, കടുത്ത ശക്തമായ സംഘടനാ ചട്ടക്കൂടുള്ള പാർട്ടിയിൽ നിന്നും ഇത്തരത്തിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരനോട് നേരിട്ട് കേന്ദ്ര നേതൃത്വം നടപടി ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന ഘടകത്തിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പുറമേക്ക് ശാന്തമാണ് എങ്കിൽ കൂടിയും BJPക്കുള്ളിൽ ഗ്രൂപ്പിസം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അത് മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും തമ്മിൽ ശക്തമായ ചേരിതിരിവ് നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്നു. അത് കൂടുതൽ രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മനു, ഒപ്പം തന്നെയുണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ തൽക്കാലം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൽ പോലും ഈ റിപ്പോർട്ട് പുറത്തു വിട്ടു എന്നതിനെ ചൊല്ലിയാണ് നടപടി വന്നിരിക്കുന്നത്. അല്ലാതെ ആ അഴിമതിയിൽ യാതൊരു നടപടികളും വന്നിട്ട് അത് വ്യക്തികേന്ദ്രീകൃതമായ ഒരു തട്ടിപ്പ് മാത്രമാണെന്നാണ് ഇപ്പോഴും BJP നേതൃത്വം പറയുന്നത്. പക്ഷേ ദിനകർ, ഈ മെഡിക്കൽ കോഴയ്ക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന മറ്റ് അഴിമതി വിഷയങ്ങൾ BJPയുമായി ബന്ധപ്പെട്ട് ജനൌഷധി വരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സൈന്യത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നു, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ട് മാത്രം ഈ BJPയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടെന്ന് കരുതാൻ കഴിയുമോ? അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി രാജേഷിനെതിരെ വരുന്നതെന്നും കരുതാൻ നമുക്ക് കഴിയുമോ? മനു, പല തലങ്ങളിൽ അഴിമതി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായിട്ടുണ്ട്. അതിന് പക്ഷേ അവർ തന്നെ അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് കഴിയുന്നില്ല. ചില പൊടിക്കൈകൾ നടത്തി അല്ലെങ്കിൽ നടപടികൾ എടുത്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് RS വിനോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നടപടി സ്വീകരിച്ചത്. കേവലം അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വ്യാപ്തി അന്വേഷിക്കാനോ അതിൽ നടപടിയെടുക്കാനോ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം നീങ്ങുകയാണ് എങ്കിൽ അത് എവിടെ ചെന്ന് എത്തി നിൽക്കും എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപ്തിയിൽ അന്വേഷിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് BJPയുടെ മറ്റു നേതാക്കളിലേക്ക് കൂടി എത്തിച്ചേരും. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, BJP കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തയ്യാറാകാത്തത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് BJPയിലെ ഗ്രൂപ്പ് പോര് ശക്തമായി പുറത്തു വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് കേവലം കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയായിട്ട് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ. മനു, വരാം ദിനകർ. കുട്ടൻ തുടരുക ദയവായി. കുട്ടൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. കുട്ടൻ, ഈ പ്രഫുൽ കൃഷ്ണയിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ വ്യാജ റെസിപ്റ്റ് അടിച്ച സംഭവത്തിലെ പ്രശ്നങ്ങൾ? കാരണം പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ പങ്കെടുത്ത ദേശീയ യോഗവുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യാജ റെസിപ്റ്റ് അടിച്ചത്. ഇതിൽ BJPയുടെ ഉള്ളിൽ തന്നെ ഒരു അന്വേഷണം നടന്നിരുന്നുവെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാവായ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്നൊന്നും യാതൊരു സംഭവങ്ങളും കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി വരുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആദ്യഘട്ടം മുതൽ
ഉള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലേണ്ടതല്ലേ? മനു, BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനെ ഈ ആരോപണവുമായി അതായത് വ്യാജ റെസീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം അന്വേഷിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരുന്നു. ഈ വ്യാജ റെസീറ്റ് അടിച്ച് പണം പിരിച്ച സംഭവം വലിയ രീതിയിൽ സംഘടനക്കുള്ളിൽ ചർച്ചയായി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ന് ദേശീയ കൗൺസിൽ യോഗത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതിയിൽ സാമ്പത്തിക കാര്യത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ B. മുരളീധരനായിരുന്നു. എന്നാൽ അദ്ദേഹം അറിയാതെയാണ് മോഹനന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വ്യാജ റെസീറ്റ് അടിച്ച് പണം പിരിച്ചതെന്നാണ് മുരളീധര പക്ഷം പറയുന്നത്. കാരണം മോഹൻ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ A. സജീവൻ നമ്മുടെ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ A. സജീവൻ, ഈ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി, അഴിമതിയിൽ നിന്നും വിഴുപ്പുകളിൽ നിന്നും ഓരോ ദിവസവും BJP വീണുകൊണ്ടിരിക്കുകയാണ്. അതിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം താങ്കൾ കാണുന്നുണ്ടോ BJPക്ക് ഉള്ളിലെ? ശ്രീ സജീവൻ, BJPക്കകത്തെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. നമുക്കറിയാവുന്നതാണ്. കുറെ വർഷങ്ങളായി ഈ കേരളത്തിൽ അവർക്ക് ഒരു കാലത്തും അധികാരത്തിന്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാലത്ത് പോലും BJPക്കകത്ത് ഭീകരമായ രൂപത്തിലുള്ള ഈ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. അത് ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് അവർക്ക് മുഖം രക്ഷിച്ചേ തീരൂ. കാരണം അത് ഗ്രൂപ്പുകളോടുള്ള താല്പര്യത്തിന്, എതിർ ഗ്രൂപ്പുകളോടുള്ള താല്പര്യത്തിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2019 റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാരെ അവര് ശക്തമായ നടപടിയിലേക്ക് കൊണ്ടുപോകും, അവർക്ക് നടപടി ഉണ്ടാകുമെന്നുള്ള അറിയാവുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഇപ്പൊ രക്ഷിക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് ഒരു പാർട്ടിക്കും എതിരെ ഉണ്ടാവുന്നതിനേക്കാൾ അപ്പുറത്ത് തുടർച്ചയായിട്ട് 1, 2, 3 എന്ന രീതിയിൽ ആരോപണങ്ങളും ഇതേപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. പല രീതിയിലുള്ള പണപ്പിരിവ്, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ, ഇങ്ങനെ പലതും പുറത്തു വരുന്നു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് വരുന്നു. ഇങ്ങനെ ഓരോന്നും വരുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇതൊരു വ്യക്തി ചെയ്തതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്കും കാര്യങ്ങൾ പോകുന്നു. ഓരോ നേതാവും ഓരോ പ്രാദേശിക നേതാവും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. കേരളത്തിൽ പോലും നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന വിധത്തിൽ കള്ളനോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, കള്ളനോട്ട് സംഘങ്ങളും പിന്നെ കുഴൽപ്പണ മാഫിയൊക്കെ കേരളത്തിൽ എത്രയോ കാലമായിട്ട്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിത്വമുള്ള ആളുകൾ നേരിട്ട് കള്ളനോട്ടടിക്കുന്ന ഒരു അവസ്ഥ, അതൊരു വ്യക്തി ചെയ്തെന്ന് പറഞ്ഞാൽ മാറിയിരിക്കാൻ പറ്റില്ലോ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് BJPക്കെതിരെ. അപ്പൊ ഇവർക്ക് 2019 എന്ന ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ദേശീയ നേതൃത്വം, BJPയുടെ ദേശീയ നേതൃത്വം നോക്കിക്കാണുന്ന ഒരു കാര്യത്തിൽ അവരുടെ ഇലക്ഷനിൽ അതിന് തിരിച്ചടി കിട്ടുന്ന രൂപത്തിലേക്ക് ഇവിടെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും മുഖം രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ എതിർ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ വ്യക്തികളുടെ പേരുകൾ വെച്ചുകൊണ്ട് ഇപ്പൊ ഈ മെഡിക്കൽ കോഴ വിവാദം പുറത്തു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരാളുടെ പേര് പിന്നെ MP രമേശിന്റെ പേര് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രൂപ്പ്, അതെ രമേശ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ പറയുന്നു ഈ അന്വേഷണ കമ്മീഷനിലുള്ള ഒരാള് പിന്നെ IS-ന്റെ ചാരനാണ്, മറ്റു രീതിയിലുള്ള ഒരാളാണ്, അയാളുടെ സാമുദായിക ബന്ധം ഒരു ഉപേക്ഷിച്ച് അയാൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് പ്രശ്ന പോരാട്ടം ഒരു ഭാഗത്തും, അതോടൊപ്പം തന്നെ മുഖരക്ഷത്തിനുള്ള ഒരു നടപടി ഒരു ഭാഗത്തും ഇപ്പോൾ കണ്ടിട്ടുള്ള നടപടി ഈ യുവമോർച്ച നേതാവിനെതിരെയുള്ള നടപടിയും അത് അതേ രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ സജീവൻ ഞങ്ങളോട് പ്രതികരിച്ചത്. PV കുട്ടനും KG ദിനകറുമാണ് 2 മേഖലകളിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. IAS ഉദ്യോഗസ്ഥന്റെ മകളെ രാത്രി പിന്തുടർന്ന് ശല്യം ചെയ്ത BJP ഹരിയാന സംസ്ഥാന അധ്യക്ഷന്റെ മകൻ വികാസ് ബറാല അറസ്റ്റിൽ. ശല്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് അറസ്റ്റ്. അതേസമയം ബറാല കുടുംബത്തിലെ മറ്റൊരു സ്ത്രീ പീഡന കേസിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ തലസ്ഥിതി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടു. പെൺകുട്ടിയെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതും IAS ഉദ്യോഗസ്ഥന്റെ മകൾക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അറസ്റ്റ്. ഹരിയാന സംസ്ഥാന അധ്യക്ഷൻ സുഭാഷ് ബറാലയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം നേരത്തെ ഈ കേസിൽ വികാസ് ബറാലയെ പോലീസ് പിടികൂടിയ ശേഷം വിട്ടയച്ചിരുന്നു. അതേസമയം ബറാല കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു സ്ത്രീപീഡന കേസിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സുഭാഷ് ബറാലയുടെ അടുത്ത ബന്ധു കുൽദീപ് ബറാലയും കൂട്ടുകാരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്.
തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്ന് പെൺകുട്ടി പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയെടുക്കാൻ പോലും പെൺകുട്ടിയെ കൊണ്ടുപോയില്ല. പ്രതികൾ സ്വതന്ത്രരാവുകയും ചെയ്തു. ഇതിനെതിരെ പെൺകുട്ടിയും അമ്മയും ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ഉടൻ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.